നമസ്കാരം. അതിരുകളില്ലാത്ത പെൺ സ്വപ്നങ്ങൾക്ക് ഒരു തുറന്ന വേദി. ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ഇന്ന് റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ അതിഥികളായിട്ട് വരാൻ പോകുന്നത്, അതായത് ഇവിടെ ഒരുപാട് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരാൻ പോകുന്നത് രണ്ട് ഹാസ്യ താരങ്ങളാണ്. ഒരാൾ കൗണ്ടർ കിങ് ആണെങ്കിൽ ഒരാൾ കൗണ്ടർ ക്വീൻ ആണ്. അപ്പോൾ വളരെയധികം സ്നേഹത്തോടെ ഇവർ രണ്ടുപേരെയും ഞാൻ റെഡ് കാർപ്പറ്റ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സോ ലെറ്റ്സ് വെൽക്കം ബിനു അടിമാലി ആൻഡ് രശ്മി. അടി മാറി കർണത്തൊക്കെ കൊണ്ടുവന്നെ. അടിപൊളി അടിമാലിയോ എന്ന് തല്ലിക്കൊല്ലല്ലേ. എന്തായാലും ഇന്ന് വന്നതില് ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് ആരംഭിക്കാം അല്ലെ. സോ രശ്മി ചേച്ചി, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. രശ്മി ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞാനിങ്ങനെ അവാർഡ് കിട്ടിയ സമയം മുതൽ ചേച്ചി നേരിട്ട് കണ്ടൊന്ന് ആശംസിക്കണം വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഇരട്ടി മധുരാണ്. അതായത് നമ്മുടെ റെഡ് കാർപ്പറ്റ് ഷോയ്ക്കും ഈ വർഷത്തെ നല്ല പ്രോഗ്രാമിനുള്ള അവാർഡ് കിട്ടി, രശ്മി ചേച്ചിക്കും കിട്ടി. രശ്മി ചേച്ചിയുടെ രണ്ടാമത്തെ അവാർഡാണ്, അറിയായിരിക്കുമല്ലോ അല്ലേ? അപ്പൊ രശ്മിക്ക് 2 കിട്ടി. രശ്മിക്ക് 2 കിട്ടി, പ്രോഗ്രാമിന് 1 കിട്ടി. ഒന്നും കിട്ടിയില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടും. എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ നമുക്ക് ഇരുന്ന് ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ, കാരണം ഇവരുള്ളപ്പോ എനിക്ക് ചെറിയൊരു പേടി ഇല്ലായകയില്ല, എന്നാലും ഇരുന്ന് സംസാരിച്ച് എനിക്ക് കുറച്ച് ധൈര്യം കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മനോഹരമായ കസേര വരട്ടെ. അപ്പൊ ബിനു ചേട്ടാ, ഈ ബിനു ചേട്ടന്റെ കാര്യത്തിലെ ബിനു ചേട്ടൻ കോ മടിയനാണോ കോ മെഡിയനാണോ? ഞാൻ മടിയനാണ്. കാരണം എന്താ വെച്ചാൽ ബിനുച്ചേട്ടൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത്, എപ്പോൾ കണ്ടാലും ബിനു പറയും അടുത്ത പ്രാവശ്യം ഞാൻ വർക്കൗട്ട് ചെയ്ത് വയറൊക്കെ കുറച്ച് സൂപ്പർ ആവും എന്നൊക്കെ. പക്ഷെ വർഷങ്ങളായിട്ട് ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അതായത് ഈ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നമ്മുടെ സുമേഷ് തമ്പി. അവനാണ് ഈ കേരളത്തിൽ ഈ മടിയുടെ ഹോൾസെയിൽ ഡീലർ. അവനെപ്പോൾ കാണുമ്പോഴും അളിയാ ഞാൻ നാളെ മുതൽ ജിമ്മിൽ പോകട്ടോ എന്ന് പറഞ്ഞ് അവൻ്റെ വീടിൻ്റെ മുറ്റത്ത് നേരെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ജിമ്മായി. അവനെന്നിട്ട് ജിമ്മിൽ പോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അവനെ കണ്ടിട്ട് ചോദിച്ചു, എന്താണ് നീ ജിമ്മിൽ പോക്ക് തുടങ്ങിയെന്ന് വെച്ചിട്ടേ. അപ്പം അവൻ്റെ കൂട്ടുകാരൻ പറയാം, ജിമ്മ് 2ാം നിലയിലാന്ന് പറഞ്ഞ അവൻ ജിമ്മിൽ പോയില്ലെന്ന്. അത്രയ്ക്ക് മടിയനാണ്. ആ മടിയാണ് ബിനുചേട്ടന് കിട്ടിയിരിക്കുന്നതാണോ? അങ്ങനെയില്ല, പൊതുവെ ഒരു ചെറിയ മടിയൊക്കെ ഉണ്ട്. ഈ വയറിന്റെ കാര്യം ഇവിടെ പറഞ്ഞപ്പോഴാണ് ചേച്ചി ഒരു വൈറലാണ്. ചേച്ചിയുടെ വൈറൽ കണ്ടന്റ് നമ്മുടെ കുട്ടൻ ചേട്ടന്റെ ഫോട്ടോ, അതൊരു ഭയങ്കര വൈറൽ എന്ന് പറഞ്ഞ ഒരു 1.5 വൈറലായിരുന്നു അത്. ഞാൻ നോക്കിയപ്പോഴേ മറ്റേ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ അവർക്ക് അതിന്റെ ഇതൊന്നും അറിയില്ല, മീനിങ് ഒന്നും അറിയാതെ അവരത് എടുത്തിട്ട് അത് വൾഗറാക്കി അതൊക്കെ അങ്ങനെ കാണിക്കും. ദൈവമേ, ഞാൻ ഇങ്ങനെ വല്ലതും ആണോ പറഞ്ഞത്? ഭയങ്കര ഞെട്ടലായി പോയി. ഒരുപാട് ടിക്ടോക്കിൽ അങ്ങനെ കുറെ കണ്ട്. പിന്നെ കുറെ പേര് എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ എന്താണെന്നറിയാം, ഞാൻ എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ആ ഒരു സ്ത്രീ എന്ന് വെച്ചാൽ കരഞ്ഞ് അവർക്ക് വയ്യ, ഇനി അവർക്ക് കരയാൻ വയ്യ. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങനെ ഒരു ടോണല്ലേ വരൂ, ശബ്ദം അല്ലേ? എന്റെ ശബ്ദം വേറെ നല്ലത് ഈ മരണ വീട്ടിൽ എവിടെ ചെന്നാലും ഉള്ള ഒരു സംഭവമാണ്. ഈ കുറെ ചേച്ചിമാർ അതിനു വേണ്ടി അങ്ങ് സൃഷ്ടിക്കപ്പെട്ട പോലെയാ. ഒരു കുറച്ച് പ്രായം അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാല് ഇവരങ്ങ് മരണ വീട്ടിൽ കരയാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ എടുത്ത കാര്യം അങ്ങോട്ട് കരയുക. കരഞ്ഞിട്ട് ആരെങ്കിലും വരും, അത് ആങ്ങളെ വരണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ കണ്ടോടാ കിടക്കണമെന്ന് പറഞ്ഞ കരയും. അവൻ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ഭാവമൊക്കെ മാറിയിട്ട് വേറെ റൂട്ടിലേക്കായി സംസാരം കാര്യം. വീണ്ടും ആരെങ്കിലും വരും, കരയും. അങ്ങനത്തെ ഒരു സംഭവം. പാട്ടൊക്കെ പാടിക്കളയും. ഇന്നലെ എങ്ങനെ ഞാൻ കണ്ടതായിരുന്നല്ലോ ഇനി ഞാൻ അവൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പാട്ട് പാടിക്കളയും അല്ലേ ചില മരണ വീട്ടിലേക്ക്. ഇതുപോലെ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ മരണ വീട്ടിലേക്ക് ഇതൊരു ഒരു നടൻ പറഞ്ഞ ഒരു കഥയാണ്. അപ്പോൾ ഈ ബോഡി ഇങ്ങനെ കിടത്തേക്ക, അവിടെ തലയും ഇവിടെ കാലുമായിട്ട്. അപ്പം അച്ഛൻ്റെ തലയ്ക്കാൻ പാത്തിരുന്ന് കരഞ്ഞപ്പോൾ ഈ ടൈൽസിൽ കാലങ്ങ് തെന്നിട്ട് ഈ നിന്ന് കരഞ്ഞവൻ കാല് നീട്ടിയിരിക്കണ ശവന്ത ഇങ്ങനെ കിടക്കണം. അപ്പം അങ്ങനെ മരണ വീട്ടിലെ ഒരുപാട് സംഭവങ്ങൾ. പിന്നെ ഞങ്ങൾ ഒരുപാട് ഗ്രാമത്തിലെ ഞങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് പ്രോഗ്രാമിന് പോയി. കാടും വീടും തമ്മിൽ തൊട്ടടുത്താ. ഒരു കുരങ്ങൻ എപ്പോഴും വരും, അവിടെ ചോറുണ്ണാനും മീന്തല തിന്നാനൊക്കെ ആയിട്ട് ഒരു കുരങ്ങൻ വരും. അപ്പൊ ഈ വീട്ടില് വല്യപ്പൻ മരിച്ചുപോയി. വല്യപ്പൻ മരിച്ചോട്ട് ഈ കമ്പനിയാണ്, ഈ കുരങ്ങൻ എല്ലാവരുടെ ഭയങ്കര കമ്പനി. പത്രം എടുത്തോണ്ട് വരുന്നു, പാലൊക്കെ എടുത്ത് എവിടെ കൊണ്ടുവന്ന് വെച്ചാൽ പാലൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ വരും, വന്ന് അടുക്കള കൊണ്ട് അത്രയ്ക്ക് കമ്പനിയായി. ഈ പുള്ളി നോക്കിയപ്പോ എല്ലാരും മിണ്ടാതിരിക്കുക. അപ്പൊ അപ്പൂപ്പന്റെ തലയിൽ ഈ ഇതിരിക്കുക, മറ്റേ ചന്ദനത്തിരി. നോക്കിയപ്പോ പഴത്തേല കുത്തി വെച്ചാണ്. ഈ ചന്ദനത്തിരി എടുത്തിട്ട് ആ പഴം നിന്നേ അവിടെ ഇരിക്കണ എല്ലാവരുടെ അടുത്തും കൊണ്ട് ഓരോ ചന്ദനത്തിരി കൊടുക്കുക ഈ കുരങ്ങൻ. എന്നിട്ട്
മേടിക്കാത്തവരുടെ അടുത്ത് കുറക്കണം, മേടിക്കണമെന്ന്. ഇപ്പൊ മരണ വീട് കലാഭവന്റെ മിമിക്സ് പരേഡ് നടക്കണ പോലത്തെ ഒരു ഭയങ്കര സ്റ്റേജ്. കോമഡി. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു വന്നത്? മരണ വീട്ടിലെ കുട്ടൻ ചേട്ടന്റെ ആ കുട്ടൻ ചേട്ടന്റെ അതൊന്നും നമുക്ക് റീക്രിയേറ്റ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമില്ലേ ചേട്ടന്? ആദ്യത്തിന് തീർച്ചയായിട്ടും എണീച്ചേക്കണോ ഇരിക്കണോ? ഇരുന്ന് ഞാൻ നിക്കാം. പുള്ളിക്കാരത്തി ഇരിക്കുവായിരുന്നു. പുള്ളിക്കാരി ഇരുന്ന് കണ്ടോണ്ടിരിക്കാൻ. ഞാനിവിടെ പോയിക്കട്ടെ. ഫോട്ടോ ഇപ്പഴാ ചേച്ചി, അയ്യോ ചേച്ചി, കുട്ടൻ ചേട്ടന്റെ ഫോട്ടോ വല്ല ഇരിപ്പുണ്ടോ? ഫ്ലക്സ് അടിക്കാൻ വേണ്ടിട്ടാ, മറ്റേ പാസ്പോർട്ട് റേഷൻ കാർഡിൽ വല്ല ഫോട്ടോ ഇരിപ്പുണ്ടോ? വാ ചേച്ചി, വേറെ മൂടില്ല. ചില അമ്മമാരൊക്കെ പറയാറുണ്ട് ഈ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോഴേ, എടാ നീ അത് എടുത്തോടാ, നീ അങ്ങനെ ചെയ്തോ. ഇല്ല, പിന്നെ അവർ അടിക്കില്ല. ലക്ഷ്മി ആ രീതിയിലാണ് രക്ഷപ്പെടണേ. ചേട്ടൻ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചേട്ടന്റെ മൂഡ് മാറ്റി കളയും. ഇല്ല, അല്ല ഇപ്പൊ എന്നെ ഫസ്റ്റ് വിളിച്ചില്ലേ, രശ്മിന്ന് വിളിച്ചപ്പോഴേ ചേട്ടൻ എന്നോട് എന്താടി അനില് ബാക്കി വിളിക്കാഞ്ഞെന്നുള്ള രീതിയിൽ എന്നെ ഒരു നോട്ടം. ചേട്ടനുണ്ട്. ചേട്ടാ എന്നോട് അപ്പൊ ചേട്ടൻ എപ്പോഴും കൂടെ ഉണ്ടാവില്ല, ഫുൾ സപ്പോർട്ട്. അത്രയ്ക്ക് സംശയം എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ടാ. അതില്ല, കാരണം ഞങ്ങൾക്ക് എന്നെ സംശയമില്ല, രശ്മിന് ഭയങ്കര സംശയമുണ്ട്. അതുകൊണ്ട് രശ്മിയുടെ കൂടെ ഫുള്ള് നാട്ടും. സോഷ്യൽ മീഡിയ ശരിക്കും ബിനു ചേട്ടന് പേടിയുള്ള ഒരു കാര്യമാണോ അതെയോ അതൊരു അതിന്റെ വഴിക്ക് പോവാ? ഞാൻ ഈ അടുത്ത കാലത്ത് മാനസിക രോഗ വിദഗ്ധനെ വരെ കണ്ട ഒരു അവസ്ഥയുണ്ടായി. ഇപ്പൊ ഞാൻ മെന്റൽ രോഗിയാന്നല്ല പറഞ്ഞേ, എന്റെ മാനസിക നില തെറ്റിപ്പോയി. ഞാൻ വേറൊരു ഷോയില് നമ്മള് പ്രോഗ്രാം ചെയ്തിട്ട് ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് ഇതിക്ക് മുമ്പും ഈ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. ഈ പ്രോഗ്രാമിന്റെ സ്വഭാവം എന്താണെന്നറിയാം. ഈ പ്രോഗ്രാം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, തമാശ നമ്മളൊക്കെ ആസ്വദിച്ചിട്ടല്ലേ ഉള്ളൂ. നമുക്ക് പിന്നീട് മനസ്സിലാവണം ഈ വ്യക്തി വന്നു കഴിയുമ്പോൾ പുള്ളിക്കാരൻ ഒരു വിഷയത്തിന് വേണ്ടി അവിടെ വരുന്നത്, ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് വൈറലാക്കാൻ വേണ്ടിയാണ് പുള്ളി വരുന്നത്. പുള്ളി ഇപ്പം മോശപ്പെട്ട ഒരു വിഗ് വെച്ച് വരിക, വിഗ് വെച്ച് വന്നിട്ട് ഞാൻ ചോദിച്ചു ഇതെന്താ ചേട്ടാ ഈ സൈസ് വിഗ് വെക്കണത്, ഞങ്ങള് കോമഡിക്ക് പോലും ഈ സൈസ് വിഗ് വെക്കൂലോ എന്ന്. എന്നാലാണോ നിങ്ങൾ എന്നെ ചൊറിയോളൂ, മനസ്സിലായോ? അപ്പം ചൊറിയാൻ വേണ്ടി നമ്മളങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ഇങ്ങോട്ട് ഓരോ സാധനങ്ങളും, അതുപോലെ ഫിലോമിന പെണ്ണുങ്ങൾ വെക്കണ കണ്ണടയൊക്കെ വെച്ച് വരും. ഫിലോമിന ചേച്ചിയൊക്കെ വെക്കണം വലിയ കണ്ണടയല്ലേ, ആ മോഡൽ കണ്ണട വരും, മറ്റേ ഫ്ലൂറസെന്റ് കളറുള്ള ഉടുപ്പൊക്കെ ഇട്ട് വരും. ഇതെല്ലാം വരുന്ന ആ വ്യക്തിയുടെ തന്നിഷ്ടത്തിനാണ്. നമ്മൾ കളിയാക്കുമ്പോഴാണല്ലോ പുള്ളിക്ക്. അപ്പൊ നമ്മള് ഒരു ഷോയ്ക്ക് പോയി റെഡ് കാർപ്പറ്റിൽ വന്നത് എന്നെ വിളിച്ചു വരുത്തി കളിയാക്കി എന്ന് പറയാനല്ല, ഞാൻ വിളിച്ചിട്ടല്ലേ വന്നെ, ഈ പരിപാടി ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. അപ്പൊ തന്നെയല്ല, ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്ന പിഷാരടീനെ പോലും അവിടെ നിർത്തി ചാട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പം ആ പരിപാടി എന്താന്ന്, ആ പരിപാടിയുടെ പാറ്റേൺ എന്താന്ന് അറിഞ്ഞിട്ട് വന്ന് അവിടെ നിന്ന് പേയ്മെന്റും മേടിച്ചോണ്ട് പോയിട്ട് എപ്പിസോഡ് കണ്ടിട്ട് എന്നെ മിമിക്രിക്കാർ വളഞ്ഞു നിർത്തി കളിയാക്കിയെന്നും പറഞ്ഞിട്ട് ഇതാകുമ്പോ എന്നെ ചീത്ത ഞാനത് കൂടിയിട്ടില്ല. പാട്ടുപാടി കളിയാക്കിയെന്ന് പറഞ്ഞല്ലേ, ഈ പുള്ളി എന്നാ എതിരുണ്ടെങ്കിൽ പറയണ്ടേ, ഈ വ്യക്തി പറയുന്നില്ല. അവിടെ ഒരു സെറ്റപ്പ് അങ്ങനെ നമ്മൾ കളിയാക്കുവാണ്, ഇഷ്ടക്കുറവാണെങ്കിൽ അവിടെ കട്ട് ചെയ്തിട്ട് അടുത്തെടുക്കും. ഇത് അതിന്റെ കൂടെ നിന്ന് ആസ്വദിച്ച് കളിച്ച് ചിരിച്ച് വന്നിട്ട് ഈ സംഗതി വേറെ റൂട്ടിലൊക്കെ ആക്കി കളഞ്ഞു. എന്റെ പേര് ഞാൻ നിലവിൽ അതിനകത്തില്ലായിരുന്നു. അതിക്ക് മുമ്പ് ഇത് വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ഈ പുള്ളി എന്നെ തല്ലി, വടിവെച്ച് തല്ലി. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി ഈ ഇത് വെച്ചിട്ട് പിടിക്കാം. 3 ദിവസം അടുപ്പിച്ച ഷൂട്ട്. ഇതൊക്കെ 2ാമത്തെ ദിവസം നടക്കണ സംഭവങ്ങളാണ്. അന്ന് വരെ ഇല്ലാത്ത പിണക്കം എന്താണ് ഈ പുറത്തിറങ്ങിയപ്പോ. അപ്പൊ അത് വെച്ച് എന്നെ തല്ലുന്നു, അതുകൂടാതെ ചീത്ത വിളിക്കുന്നു. അപ്പോഴും പുള്ളി അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടാണ് ഇവിടെ നിന്ന് എന്നെ ചീത്ത വിളിക്കണേ. എന്നിട്ടും നമ്മളവിടെ സൗമ്യമായിട്ട് ഇരുന്നുള്ളൂ. കാരണം നമ്മളെ പ്രേക്ഷകർ കാണുന്നുണ്ട്, നമ്മളെ ഗുരുതുല്യന്മാരായിട്ട് കാണുന്ന ആളുകൾ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, അതിന്റെ ഡയറക്ടർ ഉണ്ട്. അപ്പൊ നമ്മളെ തല്ലിയിട്ട് നമുക്ക് തിരിച്ച് പ്രതികരിക്കാൻ, നമുക്ക് വയലന്റ് മനുഷ്യനാ എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്നാൽ നമ്മളുടെ സ്ഥലങ്ങളും നമ്മളെ കാണുന്ന ആളുകൾ പിന്നെ. അപ്പൊ അങ്ങനെ ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് പുള്ളി. ആളുകൾ പറഞ്ഞു ചാരിറ്റി ചെയ്യുന്നു. ഇത്രയും വലിയ ചാരിറ്റി ചെയ്യുന്ന ആൾ വേറെ ഉണ്ട്. ഈ അടുത്ത സമയത്ത് പുള്ളിയുടെ ചാരിറ്റി ഒന്നിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചേച്ചി എന്താണ് പുള്ളി എന്നുള്ള സാധനം, എന്താണ് വ്യക്തി എന്ന് വെച്ചാൽ അത് പുള്ളി വലിയ വീഡിയോ ഇട്ടു, വൈറലാക്കി. ഞാനും ചാരിറ്റി 2011 മുതൽ ചെയ്യണ ആളാണ്.
മലയാള സിനിമയിലെ എല്ലാവരും ചാരിറ്റി അതെ, അതെ, അതെ. ചെയ്യണം. ശാസ്ത്രീയൊക്കെ എല്ലാവരും ചെയ്തിട്ടില്ലേ? അവരവരെ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ അതാരും പുറത്തറിയുന്നില്ല. ഞാനിപ്പം രശ്മിക്ക് വിശക്കുവാണ്, ഒരു പൊതി ചോറ് മേടിച്ചു തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ചോറ് മേടിച്ചു തന്നിട്ട് ഞാനതെടുത്ത് പോസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല, യൂട്യൂബിലിടണേന് നമുക്ക് ചാരിറ്റി എന്ന് പറയാൻ പറ്റില്ല. പറ്റില്ല. അതിന് ചാരിറ്റി, അത് ബിസിനസ്സാണ്. പബ്ലിസിറ്റി, പബ്ലിസിറ്റി യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെ അത് ഇടുമ്പോൾ ആരാധകർ കയറുന്നു, പൈസ കിട്ടും. പൈസ കിട്ടുന്നു. അതാണ് അതിന് ചാരിറ്റി എന്ന് പറയാൻ പറ്റില്ല. അതെ. സോഷ്യൽ മീഡിയയിലൂടെ ഈ പ്രേക്ഷകരങ്ങ് മണ്ടന്മാരാവുക. സത്യം പറഞ്ഞ വേറെ ഒന്നുമല്ല, അതെ. അവര് സത്യം എന്താണെന്ന് അറിയാതെ കാണുന്നത് അങ്ങനെ അങ്ങനെ വിശ്വസിക്കുവാണ്. അത് നമുക്ക് ഭയങ്കര ഒരു വിഷമമുള്ള. അടുത്ത കാലത്ത് നിന്നല്ല, എൻ്റെ ഈ കലാഫീൽഡിൽ വന്നിട്ട് മാനുഷിക ആഘാതമേറ്റ അത്രയ്ക്ക് ചീത്തവിളി എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ചീത്തവിളി കേൾക്കേണ്ട കാര്യമില്ല. ഒരു ആയുസിൽ കേൾക്കാനൊക്കെ ഫുള്ള് കേട്ട് കഴിഞ്ഞു. പക്ഷെ എന്താ പറയാ, ഈ സമയവും കടന്നു പോകും ബിനു അടിമാലി എന്ന് പറയുന്ന പോലെ നമ്മൾ തിരിച്ചു വരും. ബിനുചേട്ടന്റെ കയ്യിൽ ഈ ഒരു ടാലന്റും ഈ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളപ്പോ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ചെറുതായിട്ട് കണ്ണ് നിറയുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ പുലിയാണ്, നിങ്ങൾ പുലി. നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ ഇഷ്ടമേ അങ്ങനെ ഇങ്ങനെയൊന്നും പോവില്ല മച്ചാനെ. അടിച്ചെന്റെ ഭാഗ്യരേഖ നശിപ്പിക്കല്ലേ. അയ്യോ, നമുക്ക് ഈ ചേച്ചിയുടെ കാര്യത്തിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ചേച്ചി നാടക ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? അതായത് KPSC നാടക ട്രൂപ്പ് എന്നാണ് വരുന്നത്. അത് ഏത് പ്രായത്തിലാണ് തുടങ്ങിയത്? ഡിഗ്രിക്ക് പഠിക്കുന്ന, ഡിഗ്രി കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ സമയത്താണ് KPSC ഇതുപോലെ തമസ് എന്നും പറഞ്ഞൊരു നാടകം എടുക്കുന്നുണ്ട്. അപ്പൊ അതില് ഒരാൾ തന്നെ 2 ക്യാരക്ടർ ചെയ്യണം. ഒരു ചെറിയ കുട്ടിയാണ്, ഒരു പേയ്മെന്റും അല്ലേ? ഞാനാണ് 2 പേയ്മെന്റ് മേടിച്ചത്. അതെ, ഡബിൾ പേയ്മെന്റ് പിന്നെ 2 വേഷങ്ങളായിട്ട് ചതിക്കപ്പെടുവായിരുന്നു. അപ്പൊ അങ്ങനെ അവര് കണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ടു. യൂണിഫോം ഒക്കെ ഇട്ടപ്പോ കറക്റ്റ് ആണ്, സാരി കൊടുത്തപ്പം വലിയ കുട്ടിയായി, അതും കറക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് നാടകത്തിൽ അഭിനയിക്കുന്നത്. അത് കുറെ സ്റ്റേജ് ചെയ്തു. അത് അതിന്റെ തൊട്ടടുത്ത വർഷം മുടിയനാപുത്രനും അശ്വമേധം എടുക്കുന്നു എന്ന് പറഞ്ഞ് അത് പിന്നെ ഒരു 2 വർഷം കൂടെ പോയി. സീരിയസ് ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ അന്ന് എനിക്ക് അറിയില്ല, എനിക്ക് കോമഡി ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ എപ്പോഴാണ് ഇപ്പൊ അറിയണ്ടോ? ഇപ്പോഴും എനിക്ക് അറിയത്തില്ല. എപ്പോഴാണത് തിരിച്ചറിഞ്ഞത് ഞാൻ കോമഡി ചെയ്താലും കൊള്ളാം? തിരിച്ചറിഞ്ഞത് ഇതുപോലൊരു റിയാലിറ്റി ഷോ ആയിരുന്നു ഫസ്റ്റിലെ ഉണ്ടായിരുന്നത്. നമ്മുടെ തന്നെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഒരു ചാനലിൽ റിയാലിറ്റി ഷോ തുടങ്ങുന്നു. അപ്പൊ അതിൽ ഫീമെയിൽ മാത്രമുള്ള ഒരു ടീം. അപ്പൊ അങ്ങനെയാണ് അവിടെ ഫസ്റ്റ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് അവർ ഓക്കെയാ പറഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് അവരൊക്കെ ചിരിക്കുന്നത്. മനസ്സിലായി, ഞാൻ അത്ര നാളും ചെയ്തല്ലായിരുന്നു, ഈ പൊട്ടത്തരമാണെന്ന്. ശരി ശരി. ഈ ബിനുചേട്ടന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും, ബിനുചേട്ടൻ ഒരു കൊമേഡിയൻ മാത്രമല്ല, ഒരു അസൽ ഗായകനും കൂടിയാണെന്ന്. അതായത് അങ്ങനെ പാട്ട് പഠിക്കുക അങ്ങനെ സംഭവമൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. പഠിച്ചിട്ടില്ല, പക്ഷെ ഉള്ളിലൊരു കഴിവുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പാട്ടുകൾ പാടാനും പറ്റും. ഈ നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും നന്നായിട്ട് പാടും. ഞങ്ങള് സ്കൂളിൽ പഠിക്കുമ്പം എല്ലാവരും അടിമാലി സ്കൂളിന്റെ ആസ്ഥാന കലാകാരായിരുന്നു. ഒരു ദിവസം വീട്ടിൽ തന്നെ വെച്ച് യൂത്ത് ഫെസ്റ്റിവൽ നടത്തിയാലെന്ന് വരെ എന്നെ ഓഫീസിൽ നിന്ന് ആലോചിക്കുന്നതാണ് ഹെഡ് മാസ്റ്റർ പറഞ്ഞത്. കാരണം പ്രൈസ് അല്ല ഇവർ കൊണ്ട് വന്നാൽ പിന്നെ ഈ എല്ലാവരും വിളിച്ചും വരുത്തണ്ടല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് ചെന്നാൽ മതിയല്ലോ, പ്രൈസ് കൊടുത്താൽ മതിയല്ലോ എന്നും പറഞ്ഞ്. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫാമിലി, അച്ഛൻ, അമ്മ, ചേട്ടൻ, അനിയൻ, ചേച്ചി എല്ലാവരും പാടുമായിരുന്നു. ഞാൻ മാത്രം സിനിമാ നടനായി പോയത്. വേറൊരു കാര്യം, നമ്മൾ പണ്ട് എന്താണ് നമുക്ക് ആകണമെന്ന് ആഗ്രഹിച്ചോ? നമ്മുടെ സംവിധായകൻ രഞ്ജിത്ത് സാറ് പറഞ്ഞാല്, നിങ്ങൾ ഒരു നടനാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യം അത്. തീർച്ചയായിട്ടും. വേറെ ഒന്നുമല്ല, അതിന് ഉദാഹരണം ഞാൻ അടിമാലിയിൽ കിടക്കുന്ന ഞാൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കണമെങ്കിൽ എൻ്റെ അടങ്ങാനാവാത്ത ആഗ്രഹം മാത്രമാണ്. എൻ്റെ സൗന്ദര്യം അന്ന് കാണണമായിരുന്നു. അയ്യോ, ഇപ്പൊ ഇതാണെങ്കിൽ അന്ന് എന്തായിരുന്നു? അപ്പൊ എൻ്റെ ചേട്ടന് ഞാൻ പണിക്കൊന്നും പോകാതെ വെറുതെ നടക്കുക. എന്താണ് കലാകാരനല്ലേ, ഞങ്ങൾ പണിയെടുക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങൾക്ക് നടക്കുക. അപ്പൊ എൻ്റെ ചേട്ടൻ ചോദിച്ചു, എടാ ബിനു, എന്നാ നിന്റെ ഉദ്ദേശം? പറഞ്ഞു, സിനിമ നടനാവണോ? എടാ കാടിന്റെ മക്കൾ സിനിമ കഴിഞ്ഞു, ഇനി 2ാമത് എടുക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് വല്ല പണിക്കും പോടാ എന്ന് പറയും. അപ്പോഴും നമ്മള് സുന്ദരനാവാൻ വേണ്ടി പ്രത്യേകം വെളിച്ചെണ്ണ മേടിച്ചു വെക്കുക, പിയേഴ്സ് സോപ്പ് മേടിച്ചു വെക്കുക. അതെ, ആരെന്ത് കാണിക്കാന്ന് പറഞ്ഞാലും ഹൈ റേഞ്ചിൽ മുഖത്ത് പനിനീരും ഏത്തപ്പഴവും കൂടെ കുഴച്ച് തേച്ചാൽ സൗന്ദര്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഈ പനിനീരും ഏത്തപ്പഴവും കൂടെ തേച്ച്
മകരമാസം എന്ന് പറഞ്ഞാൽ ഐസ് തല്ലി പൊട്ടിച്ചിട്ട് വേണം ചായ ഇടാൻ. ആ സൈസ് തണുപ്പുള്ള സമയത്ത് മുഖത്ത് ഏത്തപ്പഴവും പനിനീരും തേച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തലക്കകത്ത് നീർക്കെട്ട് കയറി ഹോസ്പിറ്റലിൽ ഉറുമ്പെടുത്തോണ്ട് പോയോ? എന്ന് പറഞ്ഞാല് എങ്ങനെയെങ്കിലും ഒന്ന് സൗന്ദര്യം വെക്കണം. സൗന്ദര്യം വെക്കണം. അതെ. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു പ്രയത്നം, ഒരു ആഗ്രഹം അല്ലേ, അതെ അതൊക്കെ ആയിരിക്കും അവിടെ എത്തിച്ചത്. അതെ, അത് എന്ത് വന്നാലും നമ്മുടെ അടങ്ങാനാവാത്ത ആഗ്രഹം അതാണ് ഇതിലേക്ക് എത്തിച്ചത്. ഭയങ്കര ഫീലോട് കൂടിയാണ് ബിനുചേട്ടൻ പാടുന്നത്. അതായത് ബിനുചേട്ടന് ഒരു നഷ്ടപ്രണയം ഉണ്ട് മനസ്സിലാക്കിങ്ങനെ. ഒന്നല്ലേ കർത്താവേ, ഇല്ല നഷ്ടപ്രണയങ്ങൾ ഒന്നും ഇല്ല. അതായത് ഭയങ്കരമായിട്ട് ബിനുചേട്ടനെ ഫീൽ ചെയ്യിപ്പിച്ച ഒരു നഷ്ടപ്രണയമുണ്ടോ? കുറെ ചിലപ്പോ ഉണ്ടാവുമായിരിക്കും. ഇല്ല അങ്ങനെയൊന്നും ഇല്ല. കാരണം എന്റെ സൗന്ദര്യത്തെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങനെ ഞാൻ അത്രയ്ക്ക് സൗന്ദര്യവാനായിരുന്നു. പിന്നെ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പം അവിടുത്തെ മെയിൻ കലാകാരനായതുകൊണ്ട് ചില ഇഷ്ടം കൊണ്ടല്ലേ പ്രശ്നം എന്താണെന്നറിയുമോ, നമ്മളെ വാച്ച് ചെയ്യാൻ ആളുകളുണ്ടാവും. ശ്വാസിക ഒരു സ്ഥലത്ത് ചെല്ലുക, ഒരു ഇനാഗ്രേഷൻ എന്ന് നിൽക്കുക. അപ്പം ഇവിടെ ഭയങ്കര അതീവ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. നമ്മൾ നോട്ടത്തിൽ ഇങ്ങനെ കണ്ടു, പക്ഷേ നമ്മുടെ മനസ്സങ്ങോട്ട് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരുപാട് പേര് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാൻ പറ്റില്ല. ശരിയല്ലേ എന്ന് പറഞ്ഞ പോലെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ സ്കൂളിന്റെ കലാകാരനായതുകൊണ്ട് നമുക്ക് തീരെ അലമ്പാൻ പറ്റില്ല. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ അലമ്പം കിടന്നിങ്ങനെ അലമ്പിക്കൊണ്ടിരിക്കുക, പക്ഷെ പുറത്തേക്ക് ചാടിക്കാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യം. അപ്പം അങ്ങനെ ആയതുകൊണ്ട് നമുക്കങ്ങനെ പിന്നെ ഒറ്റ നോട്ടത്തിൽ പ്രണയിക്കാൻ പറ്റിയ സൗന്ദര്യമൊന്നും ആയിരുന്നില്ലല്ലോ എനിക്ക്. അപ്പൊ അങ്ങനെ വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല. ഇല്ല. അപ്പൊ ഈ പാട്ട് പാടുമ്പോ ഉള്ള ഒരു പ്രണയം നമ്മുടെ ഉള്ളിലൊരു വലിയ കലാകാരനല്ല, ഒരു പ്രണയമുള്ള പ്രണയം ഉണ്ടെങ്കിലാണ് എല്ലാം ഉള്ളൂ. ഇപ്പം ഒരു കാമുകന്റെ കൂടെ ഒരു ലവ് സീൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പ്രണയം ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഉള്ളിൽ പ്രണയം ചിലവർ ഓടി നടന്ന് പ്രണയിക്കുന്നവരുണ്ട്. രശ്മി എന്നെ ചൂണ്ടി പറഞ്ഞത് ഞാൻ എന്റെ ഹസ്ബൻഡിനെ പ്രണയിച്ചോണ്ടേ ഇരിക്കല്ലേ. ഒരു അമ്പലത്തിൽ പോകുമ്പോ പുള്ളി സൈക്കിളിൽ ഓട്ടി ഒന്ന് പ്രേമലേഖനമൊക്കെ കൊടുക്കും. പിന്നെ ഈ അടുത്ത കാലം കൂടെ പുള്ളിയുടെ ആങ്ങളെ പുള്ളിനെ പൂരം ഇടിയിടിച്ചാലേ അല്ല ഞങ്ങള് ഇപ്പൊ തന്നെ പറഞ്ഞേ ഈ ഷോയ്ക്ക് പോകുമ്പോ ഞങ്ങൾ ഒരുമിച്ച് പോകണമെന്ന് കാര്യം പറയാം. ഞങ്ങൾക്ക് എന്ന് ഹണിമൂണല്ലേ, പിന്നെ എന്തോന്ന്. വെരി ലക്കി അല്ലേ ബിനുചേട്ടാ, ഇത് കാണുമ്പോ കൊതിയാവുന്നില്ലേ? ഞാൻ കൊതിച്ചിട്ട് അയ്യോ അല്ല ഞാനല്ല ഉദ്ദേശിച്ചത്, വേറെ കാര്യം ഉദ്ദേശിച്ചത്. ബിനുചേട്ടൻ ഉദ്ദേശിച്ച ബിനുചേട്ടന്റെ കൊതി വേറെ, ഇത് ഇവരുടെ കൊതി വേറെ, എന്റെ കൊതി വേറെ. അയ്യോ, ബിനുചേട്ടന്റെ മിമിക്രി എങ്ങനെയാണ് ഇപ്പം? ഇപ്പൊ എപ്പോഴെങ്കിലും ഈ അനുകരണം പൊടി തട്ടിയെടുക്കാറുണ്ടോ? മിമിക്രി ഇല്ല, ഇപ്പൊ എല്ലാം മറന്നുപോയി സത്യം പറഞ്ഞ. ആണോ? ശ്രീനിവാസൻ ചേട്ടനൊക്കെ എപ്പോഴും ചെയ്യുന്നോണ്ടിരുന്ന ചെയ്യാറുന്നു. കാണിക്കാമോ? കാണിക്കാം. അമ്മാമയെ കിടിലം കൊള്ളിക്കുന്ന ഒരു പരമരഹസ്യം പോക്കറ്റിലിട്ട് അമ്മാനമാടിക്കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു. പഴം പുഴുങ്ങി വെച്ചിരിക്കുക, കോഴിയെ ഓടിച്ചിട്ട് മുട്ടയിടിക്കുക, ആ കോഴിയുടെ പരിപ്പിളയെ കാണും. രാധ ഓർഡർ നിൽക്കൂ രാധ. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകൾ ഒരുകുന്ന ഒരു വേനൽ പകലിൽ ഗോളിയറിലെത്തിച്ചു. ഗോളിയർ, നെയ്യാറ്റാൻസിൻ്റെ ഗോളിയർ. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്ന് കയറിയത് ഒരു പഴയ സിംഹത്തിൻ്റെ മടയിൽ. ഗുരുവിൻ്റെ കബറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു. ഇന്നും തീരാത്ത പ്രവാസം. സബരോങ്കി സിന്ദഗി ജോ കബി നഹി കദം ഖോ ജാതി. നേരാണോ? എന്ത് ഓക്കെ ആയോ? ഓക്കെ, ഡബിൾ ഓക്കെ. ഓക്കെ ഓക്കെ, സൂപ്പർ. സൂപ്പർ. ശരിക്കും വിശ്വസിക്കേ, നിങ്ങളത് വിശ്വസിക്കും. ഞങ്ങളെ ഇത് കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും പരിപാടിക്കൊക്കെ വിളിക്കട്ടോ. ഞാൻ പറഞ്ഞതല്ല, ഇത് ഇവരൊക്കെ പറഞ്ഞു ശരിയാന്ന്. അതെ, അതുകൊണ്ട് ഞങ്ങളുടെ വാക്കിൽ ധൈര്യമായിട്ട് ബിനുചേട്ടന്റെ പരിപാടി ബുക്ക് ചെയ്തോളൂ.